ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ SSLC മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവണം അല്ലേ? കാരണം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും സൂപ്പറായിട്ട് തന്നെ പഠിക്കുകയൊക്കെ ചെയ്തതാണ്. ഓക്കെ, അപ്പം നമ്മളുടെ SSLC മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മാർക്കാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് അണ്ടർലൈൻഡ് ഭാഗത്ത്, അതായത് അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ അവിടെ മാത്രം തിരുത്തുക കേട്ടോ. അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൽഡെയ്ൻ. തിരുത്താനൊന്നുമില്ല അല്ലേ, ഒപ്പാരനും ഹാൽഡെയ്നും ആണ് എന്ത് ചെയ്തത്, കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. ഇനി ഓർഗാനിക് മോളിക്യൂൾസ് സച്ച് ആസ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ഫോംഡ് ഇൻ യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ്. നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് ആണോ ഫോം ചെയ്തത്? ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലായിട്ട് എന്താ അടിഞ്ഞുകൂടിയത്? ന്യൂക്ലിക് ആസിഡ് അല്ല, എമിനോ ആസിഡ് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ വരിക, എമിനോ ആസിഡ് ആണ് അടിഞ്ഞുകൂടിയത്. അപ്പം ഇവിടെ മാത്രം തിരുത്തേണ്ടതുള്ളൂ. ഇത് തിരുത്തിയാൽ എൻ്റെ മക്കൾക്ക് 1 മാർക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ ഇവിടെ പ്ലനേറിയ ഐസ്പോട്ട്, പ്ലനേറിയയ്ക്ക് എന്താണ്, ഐസ്പോട്ടാണ്, പ്രകാശം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പ്ലനേറിയ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗസ് ഫ്ലൈക്ക് എന്താണ്? ഓക്കെ, ഹൗസ് ഫ്ലൈയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഒമാറ്റിഡിയ ആണല്ലേ, ഒമാറ്റിഡിയ ആണ് ഹൗസ് ഫ്ലൈ എന്ത് ചെയ്യാൻ, കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇനി ദ ടെക്നോളജി ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ലൊക്കേഷൻ. മക്കളെ, ലൊക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജീനിൽ, നമ്മുടെ ഡി എൻ എയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു ജീനിൻ്റെ ലൊക്കേഷൻ ഏതാണ് നമുക്കറിയാം. ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ വേഗം മാപ്പ് ഇടും. അപ്പോൾ ഇവിടെ ഡി എൻ എയിൽ ജീനിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഏതാണ്, നമ്മുടെ ജീൻ മാപ്പിംഗ് ആണ് അല്ലേ. ആ ഒരു ഒറ്റ വേർഡ് തന്നെ നമ്മുടെ ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ENT ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐ ആണോ? അല്ല, ENT തന്നെ നമ്മുടെ ഇയർ, അതുപോലെ നോസ്, ത്രോട്ട്, ഈ കാര്യങ്ങളാണ്. ചെവി, തൊണ്ട, മൂക്കാണ് ENT. ദെൻ കാർഡിയോളജി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാർട്ട് കറക്റ്റാണ് അല്ലേ. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ചികിത്സയാണോ? അല്ല, അത് ഓങ്കോളജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് പെയർ എന്ന് പറയുന്നത് കാർഡിയോളജിയാണ്. കാർഡിയോളജി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാർട്ട്, കാർഡിയോളജി ഹൃദയ ചികിത്സ. റെഡി? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ജെനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ഇസ് 44 + XX. അതായത് സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44 + XX ആണ്. അങ്ങനെയാണെങ്കിൽ മെയിലിൻ്റെത് 44 + XY ആണെന്നും പറഞ്ഞു. പുരുഷന്മാരുടെ എന്താണ്, 44 + XY ആണ്. വാട്ട് ഡു XX ആൻഡ് XY ഇൻഡിക്കേറ്റ്? അതായത് ഇതിൽ എക്സും വൈയും ഒക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതെന്താണ്, നമ്മുടെ സെക്സ് ക്രോമസോംസ് ആണ് കാണിക്കുന്നത് അല്ലേ. സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകളാണ്. ലിംഗ ക്രോമസോമുകളാണ് ഈ ഒരു XX-ഉം XY-യും എല്ലാം കാണിക്കുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മൾക്ക് 6 to 11 വരെ 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇവിടെ നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും എന്ത് കൊടുക്കണം, ഉത്തരം കൊടുക്കണം കേട്ടോ. സോ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര കിട്ടും, 12 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഹാസ് മെയ്ഡ് ഗ്രേറ്റ് ലീപ്പ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജെനറ്റിക് ഡിസീസസ്. ജനിതക രോഗങ്ങളുടെ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ജനിതക എഞ്ചിനീയറിംഗ് സഹായകമായി അല്ലേ. അപ്പം നെയിം ദ ട്രീറ്റ്മെൻറ്റ്. ആ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് ഇവിടെ ഉപയോഗപ്പെട്ടിട്ടുള്ള ആ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീൻ തെറാപ്പി, ജനിതക അല്ലെങ്കിൽ ജീൻ തെറാപ്പി. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സ്പെസിഫിക് പെക്യുലാരിറ്റി ഓഫ് ദിസ് മെത്തേഡ്? ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ജീനസ് കട്ട് ആൻഡ് റിമൂവ്ഡ് ആൻഡ് നോർമൽ ഫങ്ഷണൽ ജീനസ് റീപ്ലേസ്ഡ് അല്ലേ. ഡാമേജ്ഡ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ജീൻ, തകരാറിലായ ജീൻ, ഡിഫക്റ്റീവ് ജീൻ ഇസ് റീപ്ലേസ്ഡ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, റീപ്ലേസ്ഡ് വിത്ത് നോർമൽ ഫങ്ഷണൽ ജീൻ, പ്രവർത്തന സജ്ജമായ ഒരു സാധാരണ ജീൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു. അപ്പം ഈ ഒരു തെറാപ്പീനെയാണ്, ഈ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ്, കേടായ ജീന് മുറിച്ച് മാറ്റിയിട്ട് പകരം നോർമൽ ആൻഡ് ഫങ്ഷണൽ ജീന് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക.
ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, സിംറ്റംസ് ഓഫ് എ വൈറൽ ഡിസീസ് ആർ ഗിവൻ. അപ്പം ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ വിശകലനം ചെയ്തതിന് ശേഷം ചോദ്യങ്ങൾക്ക് എന്ത് കൊടുക്കുക, ഉത്തരം കൊടുക്കുക. ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ, അതായത് കരളിന് വീക്കം. വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് നെയിൽസ് ബിക്കം യെല്ലോ കളർഡ്, നമ്മുടെ കണ്ണിൻ്റെ വെള്ള കളറും അതുപോലെ നഖമെല്ലാം എന്താവാണ്, മഞ്ഞ കളറാവാണ്. അപ്പോൾ ഏതാണ് ഈ അസുഖം എന്ന് മനസ്സിലായോ അല്ലേ? ഏതാണ്? നമ്മുടെ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് ഇവരുടെ പറയുന്നത് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് ആണ് അസുഖം. ഇനി എന്തുകൊണ്ടാണ് നമ്മളുടെ വൈ ദ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് നെയിൽസ് ബിക്കം യെല്ലോ കളർഡ്, കണ്ണിൻ്റെയും നഖത്തിലേക്ക് വെള്ള ഭാഗം എന്താണ് മഞ്ഞ കളർ ആവുന്നതെന്ന് വെച്ചാൽ ഇത് കരൾ വീക്കമാണ് അല്ലേ? അപ്പോൾ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ കോസ്, ഇത് മിസ് വേറൊരു പേജിൽ എഴുതുന്നുണ്ട് കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ എന്തിന് കാരണമാകും? ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബൈൽ അല്ലേ? നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരൾ ഉണ്ടാക്കുന്നതാണ് ബൈൽ അല്ലെങ്കിൽ പിത്തരസം. ഫ്ലോ ഓഫ് ബൈലിൻ്റെ ഒഴുക്കിനെ എന്ത് ചെയ്യും? ഇത് തടസ്സപ്പെടുത്തും. അപ്പോൾ ബൈലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് പറ്റുക? ഫ്ലോ ഓഫ് ബൈൽ, ദസ് ദ പിഗ്മെൻറ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ബിലിറൂബിൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യും? ഈ ഒരു ബിലിറൂബിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടാൻ തുടങ്ങും. അപ്പോൾ ബിലിറൂബിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിൻ്റെ വൈറ്റ് പോർഷനിലും നഖത്തിലെല്ലാം പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ദിസ് വിൽ ഡെപ്പോസിറ്റ് ഇൻ ദി വൈറ്റ് പോർഷൻ ഓഫ് ഐസ് ആൻഡ് നെയിൽ. നഖത്തിൻ്റെയും അതുപോലെ തന്നെ കണ്ണിൻ്റെയും ഒക്കെ ആ ഒരു വെള്ള കളറുള്ള ഭാഗത്ത് ഇത് പോയിട്ട് അടിഞ്ഞുകൂടും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആണ് രോഗം. കരൾ വീക്കം ഉണ്ടാകുന്ന സമയത്ത് പിത്തരസത്തിൻ്റെ ഒഴുക്ക് എന്ത് ചെയ്യും? തടസ്സപ്പെടും. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഇത് രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടാൻ കാരണമാകും. ഇത് നഖത്തിലും കണ്ണിൻ്റെ വെള്ളയിലൊക്കെ പോയിട്ട് അടിഞ്ഞുകൂടിയിട്ടാണ് അവിടെ മഞ്ഞ കളറാവുന്നത്. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്കിതേ ഒരു ചിത്രം തന്നിട്ടുണ്ട് മക്കളെ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ഈ പിക്ചറിൽ നമുക്ക് കാണുന്നത്? നമ്മളുടെ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ക്രോമസോമുകളുടെ മുറിഞ്ഞു മാറ്റമാണ് അല്ലേ? ക്രോസിംഗ് ഓവർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രോമസോമുകളുടെ മുറിഞ്ഞു മാറ്റമാണ്. ഇനി ഹൗ ഡസ് ദിസ് പ്രോസസ് കോസ് വേരിയേഷൻ, ഈ പ്രക്രിയ എങ്ങനെയാണ് വ്യതിയാനത്തിന് കാരണമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോമസോമിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞ് അത് മറ്റൊരു ക്രോമസോമിൻ്റെ ഭാഗമാവും. അപ്പോൾ ഈ ഒരു ക്രോമസോമിൻ്റെ അകത്ത് എന്താ ഉള്ളത്? DNA. അപ്പോൾ ഇങ്ങനെ DNA മാറുന്ന സമയത്ത് ജീനുകളുടെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, അത് നമുക്ക് വേരിയേഷൻ ഉണ്ടാക്കും. വെൻ പാർട്ട് ഓഫ് ക്രോമസോം ക്രോസ് ഓവർ ടു ബിക്കം പാർട്ട് ഓഫ് another, മറ്റൊന്നിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ arrangement of genes changes. This result in variation. ഇത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്? നമുക്ക് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവും. ഓക്കെ, അതായത് ക്രോമസോമിൻ്റെ മുറിഞ്ഞു മാറലാണ് ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ക്രോമസോമിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞ് മറ്റൊരു ക്രോമസോമിൻ്റെ ഭാഗമാകുമ്പോൾ ക്രോമസോമുകളുടെ ജീനുകളുടെ വിന്യാസത്തിൽ അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു വ്യതിയാനത്തിന് കാരണമാകുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മളുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം വിശകലനം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. സഡൻ വിഡ്രോവൽ ഓഫ് ദ ഹാൻഡ് വൈൽ ടച്ചിങ് എ ഹോട്ട് ഒബ്ജക്റ്റ്. നമ്മൾ അറിയാണ്ട് ഒരു ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും അല്ലേ? ചൂടുള്ള വസ്തുവിൽ അറിയാതെ തൊടുമ്പോൾ കൈ പെട്ടെന്ന് വലിക്കുന്നു. ബ്ലിങ്കിങ് ഓഫ് ഐസ് വെൻ ലൈറ്റ് സഡൻലി ഫോൾസ്. നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും. ഓക്കെ, നെയിം ദ റിഫ്ലെക്സ് ആക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ 1 and 2. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ റിഫ്ലെക്സ് ആക്ഷൻസിന് നമ്മൾ എന്താ പറയുക? നമ്മൾ ചൂടുള്ള വസ്തുവിൽ കൈ തൊടുമ്പോൾ പെട്ടെന്ന് കൈ വലിക്കുന്നത് എന്താണ്? നമ്മളുടെ സ്പൈനൽ റിഫ്ലെക്സ് ആണ്. സ്പൈനൽ റിഫ്ലെക്സ്. അതുപോലെ കണ്ണിലേക്ക് വെളിച്ചം വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത് സെറീബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള റിഫ്ലെക്സിന് നമ്മൾ പറയും സെറീബ്രൽ റിഫ്ലെക്സ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ? എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും സഡൻ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ്. സഡൻ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവേർഡ്സ് എ സ്റ്റിമുലൈ. ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവേർഡ്സ് എ സ്റ്റിമുലൈ. ഒരു ഉദ്ദീപനത്തിനോടുള്ള പെട്ടെന്നുള്ളതും ആകസ്മികവുമായിട്ടുള്ള ഒരു പ്രതികരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നമ്മളുടെ സ്പൈനൽ റിഫ്ലെക്സും രണ്ടാമത്തെ സെറിബ്രൽ റിഫ്ലെക്സും ആണ്. അപ്പോൾ ഒരു ഉദ്ദീപനത്തിനോട് പെട്ടെന്നും ആകസ്മികവുമായിട്ടുണ്ടാകുന്ന പ്രതികരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലെക്സ് പ്രവർത്തനം. ഇനി അടുത്തത്, കംപ്ലീറ്റ് ദ മിസ്സിംഗ് പോർഷൻ ഓഫ് ദ പോസ്റ്റർ ഇൻ ഗിവൺ ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചില ഭാഗങ്ങൾ മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിഫ്തീരിയ വാക്സിനേഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നു. ഇതിന് ഏതാണ് പാത്തോജൻ? രോഗകാരിയുടെ പേരെന്താണ്? മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയ ഏതാ മക്കളെ? നമുക്ക് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയേ. കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയേ. അപ്പം മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പറയുക കേട്ടോ. ക്ഷമസ് എഴുതി തരാം. കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയേ. ഓക്കെ, കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയ. ഇനി ഈ ഒരു രോഗകാരി ഉണ്ടാക്കുന്ന ഈ ഒരു അസുഖത്തിൻ്റെ ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫ്തീരിയയ്ക്ക് മെയിനായിട്ട് നമുക്ക് ഫീവർ ഉണ്ടാകും, പനി ഉണ്ടാകും, ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് നോഡ്, അല്ലെ ലിംഫ് നോഡുകൾക്ക് വീക്കം ഉണ്ടാകും, ലിംഫ് നോഡ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും? തൊണ്ടവേദന ഉണ്ടാവും, ത്രോട്ട് പെയിൻ ഉണ്ടാവും. കാരണം തൊണ്ടയുടെ അവിടെയല്ലേ ഇങ്ങനെ ചാര നിറത്തിലുള്ള ഈ കട്ടിയുള്ള ആവരണം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ത്രോട്ട് പെയിനും ഉണ്ടാകും. അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന, ലിംഫ് നോഡുകളുടെ വീക്കം, അതുപോലെ തന്നെ പനി. ഓക്കെ, ഇനി വീണ്ടും നമ്മളുടെ അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ, അല്ലേ. എ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതുക. അപ്പോൾ ഇവിടെ എ എന്ന് കാണിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ആക്സോൺ. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനാപ്റ്റിക് നോബാണ്, സിനാപ്റ്റിക് നോബ്. ആൻഡ് അത് മാത്രം എഴുതിയാൽ പോരാ, നമ്മൾ അവരുടെ ഫങ്ഷൻസ് കൂടി എഴുതണം, അല്ലേ. അപ്പോൾ ആക്സോൺ എന്താ ചെയ്യുക? ക്യാരി ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി. ക്യാരി ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി. സെൽ ബോഡി. കോശ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആവേഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവരുന്നത്, പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഇനി സിനാപ്റ്റിക് നോബ് ആണെങ്കിൽ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ എന്താ പറയുക? നാഡീയ പ്രേഷകം. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകം സ്രവിക്കുന്നതാണ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ആക്സോൺ ആണ് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ്. സിനാപ്റ്റിക് നോബ് ആണെങ്കിലോ നാഡീയ പ്രേഷകം, അല്ലെ, എസറ്റൈൽ കോളിൻ, ഡോപ്പമീൻ പോലത്തെ നാഡീയ പ്രേഷകങ്ങൾ സ്രവിക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തത്, ഇനി മക്കളെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. 12 to 16 നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ മെക്കാനിസം മെൻഷൻ. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്ന് മിസ് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സ്വന്തം ഫാഗോസൈറ്റോസിസ് ആണ്, ഫാഗോസൈറ്റോസിസ്. ഓക്കെ, ഇനി അടുത്തതോ, വിച്ച് ആർ ദ വൈറ്റ് ബ്ലഡ് സെൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ശ്വേതരക്താണുക്കൾ ആരൊക്കെയാണ് മക്കളെ നമ്മുടെ ഫാഗോസൈറ്റോസിസ് ചെയ്യുക? നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ്. ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഹൗ പാത്തജൻസ് ആർ ഡെസ്ട്രോയിഡ് ബൈ ദിസ് പ്രോസസ്? എങ്ങനെയാണ് രോഗാണുക്കൾ ഈ പ്രവർത്തനത്തിലൂടെ നശിക്കുന്നത്? അപ്പോൾ ഒന്നാമത് തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാത്തജൻസിനെ നമ്മൾ എൻഗൾഫ് ആൻഡ് ഡെസ്ട്രോയ് ആണ്, അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അവരെന്ത് ചെയ്യും? ഒരു മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലേക്ക് എൻക്ലോസ് ചെയ്യും, അല്ലേ. പാത്തജൻ എൻഗൾഫ്ഡ് ഇൻസൈഡ് മെംബ്രെയിൻ സാക്ക്. പാത്തജൻ എൻഗൾഫ്ഡ് ഇൻസൈഡ് മെംബ്രെയിൻ സാക്ക്. ഒരു മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാത്തജൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, ഓക്കെ, വിഴുങ്ങി എടുക്കുന്നു. എന്നിട്ട് ലൈസോസോം വിച്ച് ഇസ് എ വെസിക്കിൾ ഫിൽഡ് വിത്ത് എൻസൈം ഒരു രാസാഗ്നികൾ നിറഞ്ഞിട്ടുള്ള ഒരു വെസിക്കിളാണ്, ഒരു സ്തരസഞ്ചിയാണ് നമ്മുടെ ലൈസോസോം. അപ്പോൾ ഈ ലൈസോസോമിലുള്ള എൻസൈംസ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. എൻസൈംസ് ഇൻ ലൈസോസോം ഡെസ്ട്രോയ് പാത്തജൻ. രോഗാണുക്കളെ ആരെ നശിപ്പിക്കും? നമ്മുടെ ഈ ഒരു ലൈസോസോമിൻ്റെ അകത്തുള്ള
ഈ എൻസൈമുകൾ രാസാഗ്നികൾ നശിപ്പിക്കും. ഫാഗോസൈറ്റോസിസ് ആണ്, ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് ഈ പരിപാടി ചെയ്യുക. ലൈസോസോമിലുള്ള രാസാഗ്നികളാണ് എന്ത് ചെയ്യുന്നത്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് അവരെന്ത് ചെയ്യണം, രോഗാണുക്കളെ നമ്മൾ വിഴുങ്ങിയെടുക്കണം അല്ലേ. അപ്പോൾ രോഗാണുക്കളെ നമുക്ക് ആദ്യം വിഴുങ്ങിയെടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവരെ നശിപ്പിക്കുന്നത്. അപ്പം രോഗാണുക്കളെ സ്തരസഞ്ചിക്കുള്ളിലേക്ക് വിഴുങ്ങുന്നു. സഞ്ചിക്കുള്ളിലേക്ക് അല്ല, രോഗാണുക്കളെ വിഴുങ്ങി സ്തരസഞ്ചിക്കുള്ളിലാക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു സ്തരസഞ്ചിക്കുള്ളിലേക്ക് ആക്കുന്നു. ഇനി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്തതിന് ശേഷം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. ഓക്കെ, ആൻഡ്സ് മൂവിങ് ഇൻ എ ലൈൻ അലോങ് എ പർട്ടിക്കുലർ ട്രെയിൽ ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ കെമിക്കൽസ്. അതായത് നമ്മുടെ ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പോകാൻ കാരണം അവരവരുടെ ശരീരത്തിന് പുറത്തേക്ക് സ്രവിക്കുന്ന എന്തോ കെമിക്കൽസ്, രാസവസ്തുക്കൾ കാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കെമിക്കൽസിന് നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ കെമിക്കൽസാണ് നമ്മൾ പറയും ഫിറമോൺസ്. ഇനി റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ദീസ് കെമിക്കൽസ്. നമുക്ക് ഏതൊക്കെ പറയാം, ബോംബിക്കോൾ പറയാം, സിവറ്റോൺ പറയാം, അതുപോലെ തന്നെ മസ്കോൺ അല്ലേ, കസ്തൂരിയൊക്കെ പറയാം. ഓക്കെ, ദെൻ റൈറ്റ് അതർ 2 യൂസസ്. ഇത്തരം രാസവസ്തുക്കൾക്ക് വേറെ 2 പ്രയോജനങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് അല്ലേ. ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ, ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ, ഡേഞ്ചർ സിഗ്നൽ ചെയ്യാൻ, അതുപോലെ തന്നെ കൂട്ടത്തോടെ കോളനി ആയിട്ട് ജീവിക്കാൻ, പിന്നെ നമുക്ക് എന്താണ് പാത്ത് ഓഫ് ട്രാവൽ മനസ്സിലാക്കാൻ, ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. മിസ് തൽക്കാലം 2 എണ്ണം എഴുതുന്നുള്ളൂ. അട്രാക്ട് മെയ്റ്റ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ്, ഇൻഫോം ദി അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ, അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫിറമോണുകളാണ് ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ. ബോംബിക്കോളും കസ്തൂരിയും നമുക്ക് എക്സാമ്പിൾ പറയാം, സിവറ്റോണും പറയാം കേട്ടോ, സിവറ്റോൺ. പിന്നെ നമ്മുടെ ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ, അതുപോലെ അപകട സാധ്യത ചൂണ്ടിക്കാണിക്കാൻ, കൂട്ടത്തോടെ കോളനി ആയിട്ട് ജീവിക്കാൻ, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണമാണ് ചോദിച്ചത്. ദെൻ ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഈ ചിത്രീകരണം അതേ നല്ലപോലെ നോക്കിയിട്ട് എക്സും വൈയും സെഡും എന്താണ്, ഈ എക്സ് കാണിച്ചിരിക്കുന്ന നടുവിലുള്ള ഒരു ഹോളാണ്, ആൻഡ് വൈ കാണിച്ചിരിക്കുന്നത് ഇതാണ് വൈ. ഓക്കെ, ഇതാണ് വൈ, ആൻഡ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് സെഡ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏത്, ആൻഡ് വിച്ച് ഇസ് ദ ഫ്ലൂയിഡ് പ്രസൻറ്റ് ഇൻ ദിസ് പാർട്ട്. അതായത് എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗവും ഈ ഭാഗത്ത് കാണപ്പെടുന്ന ദ്രാവകവും. അപ്പോൾ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സെൻട്രൽ കനാലാണ് അല്ലേ, സെൻട്രൽ കനാൽ. ആൻഡ് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ആ ദ്രാവകത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദാറ്റ് പാർട്സ് വൈ ആൻഡ് സെഡ്. അപ്പോൾ വൈയും സെഡും നിങ്ങൾ നേരത്തെ നല്ലപോലെ നോക്കിയില്ലേ മക്കളെ, ഏതാണ് നമ്മളുടെ വൈയും സെഡും എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡോർസൽ റൂട്ടാണ്, ആൻഡ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻട്രൽ റൂട്ട്. ഓക്കെ, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടിനെ മലയാളത്തിലും നമ്മൾ സെയിം തന്നെയാണ് പറയാം. ഇനി ഇസ് ദ സെയിം ടൈപ്പ് ഓഫ് ഇമ്പൾസസ് പാസ് ത്രൂ വൈ ആൻഡ് സെഡ്. നമ്മുടെ വൈയിലൂടെയും സെഡിലൂടെയും ഒരേ തരത്തിലുള്ള ആവേഗങ്ങളാണോ കടന്നു പോകുന്നത്? എന്തുകൊണ്ട്? എന്തായാലും ഒരേ തരത്തിലുള്ള ആവേഗങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ സെയിം പേരിട്ടാൽ പോരെ. അപ്പോൾ വൈ അല്ല എന്ന് ആദ്യം നമ്മൾ പറയണം, നോ. പിന്നീട് നമ്മൾ കാരണം പറഞ്ഞു കൊടുക്കണം. വൈയിലൂടെ, അതായത് സെൻസറി ഇമ്പൾസസ് അല്ലെങ്കിൽ സംവേദ ആവേഗങ്ങളാണ് ഡോർസൽ റൂട്ടിലൂടെ പോകുന്നത്. സെൻസറി ഇമ്പൾസസ് പാസ് ത്രൂ ഡോർസൽ റൂട്ടിലൂടെ സെൻസറി ഇമ്പൾസസ് അല്ലെങ്കിൽ സംവേദ ആവേഗങ്ങളാണ് പോകുന്നത്. ആൻഡ് മോട്ടോർ ഇമ്പൾസസ് പാസ് ത്രൂ, പ്രേരക ആവേഗങ്ങളാണ് ഏതിലൂടെ പോകുന്നത്? പാസസ് ത്രൂ വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ടിലൂടെ എന്ത് പോകും? നമ്മുടെ മോട്ടോർ ഇമ്പൾസസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ കനാലാണ് ഒരു എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. ഡോർസൽ റൂട്ട് വൈയും സെഡ് എന്ന് പറയുന്നത് നമ്മുടെ വെൻട്രൽ റൂട്ടുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലൂടെയും ഒഴുകുന്ന സെയിം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഡോർസൽ റൂട്ട് വഴി സംവേദ ആവേഗങ്ങളും വെൻട്രൽ റൂട്ട് വഴി പ്രേരക ആവേഗങ്ങളുമാണ് കടന്നു പോകുന്നത്.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യമാണ്, വിട്ടുകളയരുത് കേട്ടോ. സോ ഹിൻസ് റിലേറ്റഡ് ടു എ ഡിസീസ് ആർ ഗിവൻ. ഒരു രോഗത്തെക്കുറിച്ചിട്ടുള്ള ചില സൂചനകൾ തന്നിട്ടുണ്ട്. നമ്മൾ ഈ സൂചനകൾ വിശകലനം ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതൊരു ജനിതക രോഗമാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ജെനറ്റിക് ഡിസീസ്. പിന്നെ എക്സസ് ബ്ലഡ് സ്ലോസ് ഈവൻ ത്രൂ മൈനർ വൂൺസ്. അതായത് ചെറിയ മുറിവിൽ നിന്ന് പോലും ഒത്തിരി രക്തം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് അസുഖം എന്ന് മനസ്സിലായോ? ചെറിയ മുറിവിൽ നിന്ന് പോലും ഒരുപാട് രക്തം ഒഴുകി പോകുന്ന അസുഖമാണ് നമ്മളുടെ ഹീമോഫീലിയ. പിന്നെ നമ്മളോട് അടുത്ത് എന്താ പറയുന്നത്? വൈ എക്സസ് ബ്ലഡ് സ്ലോസ് ഈവൻ ത്രൂ മൈനർ വൂൺസ് ഇൻ സച്ച് പേഷ്യൻസ്. അപ്പോൾ ഹീമോഫീലിയ രോഗികളിൽ ചെറിയ മുറിവിൽ നിന്ന് പോലും ഒത്തിരി രക്തം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു ജനിതക രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ആ ഒരു പ്രോട്ടീൻ്റെ അഭാവമാണ് എന്തിന് കാരണം? രക്തം അപ്പം കട്ട പിടിക്കില്ല. അപ്പം മുറിവുണ്ടായാൽ രക്തം കട്ട പിടിച്ചാലേ ഒഴുക്ക് നിൽക്കുള്ളൂ. രക്തം കട്ട പിടിക്കാത്തതുകൊണ്ട് ഇങ്ങനെ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ദെൻ ഹൗ ടെമ്പററി റിലീഫ് ഇസ് ബ്രോട്ട് ഇൻ സച്ച് പേഷ്യൻസ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഇപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? നമുക്ക് ഈ പ്രോട്ടീൻ ഇല്ലാത്തതാണല്ലോ പ്രശ്നം. അപ്പോൾ ആ പ്രോട്ടീൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് കുത്തിവെക്കുക. Identify the deficient protein and inject into the body of patient. രോഗിയുടെ ശരീരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഇല്ലാത്ത പ്രോട്ടീൻ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കുത്തിവെക്കുക. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ അഭാവമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതെന്ന് തിരിച്ചറിഞ്ഞ് രോഗിയുടെ ശരീരത്തിൽ കുത്തിവെച്ചാണ് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Analyze the illustration regarding the test samples in DNA fingerprinting and answer the question. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നത്? DNA fingerprinting സാങ്കേതിക വിദ്യയിലെ പരിശോധന സാമ്പിളുകളാണ് ഇവിടെ നമുക്ക് തന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു കുറ്റകൃത്യം നടന്നതിൻ്റെ ആ ക്രൈം സ്പോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളിൻ്റെ DNA ഫിംഗർപ്രിൻറ്റിങ്ങും 3 ആൾക്കാരെ നമുക്ക് സംശയമുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിക്കുക, ഇതിൽ ഏതാളുമായിട്ടാണ് ശരിക്കും കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്? ആരുടെ സാമ്പിളാണ്? നമ്മളിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇയാൾക്ക് മാച്ചില്ല, ഇനി ഇവിടെ ഇയാൾക്കും മാച്ചില്ല, പക്ഷേ ഇയാൾക്ക് മാച്ച് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഇതില്ല, ഇതുമില്ല. അപ്പോൾ ഇയാൾ എന്തായാലും അല്ല. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ട്, ഇയാൾക്കും ഉണ്ട്, പക്ഷെ ഇതില്ല, പക്ഷെ ഇത് ഇയാൾക്കുണ്ട് അല്ലേ? പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ഇയാൾക്കാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാറ്റിനും സിമിലാരിറ്റി രണ്ടാമത്തെ ആൾക്കാണല്ലേ. ഇനി വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ സാമ്പിൾ. ഇപ്പോൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? കുറ്റകൃത്യം നടത്തിയ ആൾ രണ്ടാമത്തെ വ്യക്തിയാണ്. ഓക്കെ, സസ്പെക്ട് ടു ഇസ് ദ ക്രിമിനൽ. കുറ്റകൃത്യം നടത്തിയത് ആരാണ്? രണ്ടാമത്തെ വ്യക്തിയാണ്. നമുക്കതാണ് ഇപ്പം നോക്കിയിട്ട് മനസ്സിലായത്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദ ടെക്നോളജി ഓഫ് DNA ഫിംഗർപ്രിൻറ്റിങ്? DNA ഫിംഗർപ്രിൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ DNA ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലൈക്ക് ദ ഡിഫറൻസ് ഇൻ ദ fingerprint of each person, ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ arrangement of nucleotide in each person differs. Arrangement of nucleotide in DNA of each person is different. ഓരോ വ്യക്തിയുടെയും വിരലടയാളം വേറെ വേറെ ആയിരിക്കുന്നത് പോലെ തന്നെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി റൈറ്റ് 2 other uses. ഇത് കൂടാതെ ഇപ്പോൾ ഇത് നമുക്ക് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കുറ്റവാളിനെ കണ്ടുപിടിക്കാൻ. ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ? ടു ഐഡൻറ്റിഫൈ റിയൽ പാരൻസ് അല്ലേ? മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ പാരൻ്റൽ ഡിസ്പ്യൂട്ട്സിൽ യഥാർത്ഥ പാരൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ടു ഐഡൻറ്റിഫൈ റിയൽ പാരൻസ് ഇൻ പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങളെ നമുക്ക് ട്രേസ് ചെയ്യാൻ. ടു ഐഡൻറ്റിഫൈ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്
ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, പാരമ്പര്യ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ടു പോയ കുട്ടീനെ തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ തന്നെയാണെന്ന് ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. സോ രണ്ടാമത്തെ വ്യക്തിയാണ് കുറ്റകൃത്യം നടത്തിയെന്നാണ് നമുക്കിത് നോക്കിയിട്ട് മനസ്സിലായത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യാസപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ DNA-യിൽ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ മാതൃത്വ പിതൃത്വ തർക്കങ്ങൾ, യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാൻ, പാരമ്പര്യ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 2 എണ്ണമാണുള്ളത്. ആ 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം കേട്ടോ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജിലെ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. The feature of a fluid in the eye is given below. Analyze it and answer the question. അപ്പോൾ നമ്മുടെ കണ്ണിലൊരു ദ്രവത്തിൻ്റെ സവിശേഷതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഇസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് തിരികെ രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്ന ഒരു ദ്രാവകം. ഏതാ? നമ്മുടെ കണ്ണിലാകെ നമുക്ക് 2 ദ്രാവകമാണുള്ളത്. ഒന്ന് അക്വസ് ഫ്ലൂയിഡും ഒന്ന് വിട്രിയസ് ഫ്ലൂയിഡും. അപ്പോൾ ഇതിൽ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ തിരികെ പോകുന്നത് നമ്മുടെ അക്വസ് ഫ്ലൂയിഡാണ്. അക്വസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അക്വസ് ദ്രവം. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുക. പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ഐ ടിഷ്യൂസ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും അതുപോലെ തന്നെ പോഷകങ്ങളും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി നെയിം ദ ഐ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫ്ലൂയിഡ്. അപ്പം ഈ ഒരു ദ്രാവകം എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് രക്തത്തിലേക്ക് നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ അല്ലേ റീഅബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ബ്ലഡ്. അപ്പം ഇതിൻ്റെ റീഅബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അതിങ്ങനെ കെട്ടിക്കിടന്ന് നമുക്കുണ്ടാവുന്ന അസുഖമാണ് ഗ്ലോക്കോമ. കണ്ണിലെ പ്രഷറൊക്കെ കൂടിയിട്ട് എന്താണ് നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സൊക്കെ ഡാമേജ് ആവുന്നതാണ്. അപ്പം ഈ അസുഖം നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്താൽ ലേസർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കാം. ലേസർ ശസ്ത്രക്രിയ, ലേസർ സർജറി. അപ്പം അക്വസ് ദ്രവം, കണ്ണിലെ കലകൾക്ക് പോഷകങ്ങളും ഓക്സിജനും, ഗ്ലോക്കോമ, ലേസർ ശസ്ത്രക്രിയ ചെയ്ത് പരിഹരിക്കാം. ഇനി നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു നമ്മുടെ എക്സാമിൻ്റെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ. ഓക്കെ. അപ്പം ഈ ഒരു ഡയഗ്രാം ബ്രെയിനിൻ്റെ ഡയഗ്രാം നമ്മളത് വീണ്ടും വരയ്ക്കണം. അപ്പം നിങ്ങൾ ട്രേസ് എടുത്ത് വരയ്ക്കാം. പക്ഷേ തൽക്കാലത്തേക്ക് ഇതേ ഇമേജ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ ഫങ്ഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്താനാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മുടെ ഇക്വിലിബ്രിയം, നമ്മുടെ ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ആരാണ്? മസ്കുലാർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ആളാണ് നമ്മളുടെ സെറിബെല്ലം. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ സെറിബെല്ലമാണ്. സെറിബെല്ലം. ഓക്കെ. ആൻഡ് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തത് കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? നമ്മുടെ സെറിബ്രം. ഓക്കെ. സെറിബ്രം. ഇനി അടുത്തത് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഫോർ ഇമ്പൾസസ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം വേറെ ആരുമല്ല, നമ്മളുടെ സ്വന്തം തലാമസ് അല്ലേ? തലാമസ്. ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ടേ മിസ്? തലാമസ്. മൂന്നാമത്തത് തലാമസ്. ഓക്കെ. സി അല്ലെങ്കിൽ 3. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെയിം ദ ലേബിൾഡ് പാർട്ട് എക്സ്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് ധർമ്മം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. കവി ഉദ്ദേശിച്ചത് ഇതിന് താഴെയുള്ള ഭാഗമാണ്. കാരണം നിങ്ങൾക്ക് ആ ഭാഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നീണ്ടിരിക്കുന്ന ഈ കുഴൽ പോലെയുള്ള ഭാഗമാണ് നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേട്ട. ചിത്രത്തിലുള്ള മിസ്റ്റേക്കാണ് കേട്ടോ. മെഡുല്ല ഒബ്ലോങ്കേട്ട. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ധർമ്മവും അതുപോലെ തന്നെ പേരും ധർമ്മവുമാണ് എഴുതാൻ പറഞ്ഞത്. അപ്പം മെഡുല്ല ഒബ്ലോങ്കേട്ട എന്താ ചെയ്യുന്നത്? നമ്മുടെ അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുമ്പം ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഏതൊക്കെയാണ്? ഹൃദയമിടിപ്പ്, അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം. ഇവിടെ ഉണ്ട് കേട്ടോ. ശ്വാസോച്ഛ്വാസം.
ശ്വാസോച്ഛ്വാസം. ഓക്കെ, ഇതിനൊക്കെ നിയന്ത്രിക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ചെയ്യുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ ഇതേ കഴിയും.